ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബ്ലോഗാണ്. ഇനി മുതൽ കുറച്ച് ചെറിയ ചെറിയ എന്റെ വീട്ടിലത്തെ വിശേഷങ്ങളും, വലിയ വിശേഷമൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ വിശേഷങ്ങളും, പിന്നെ എന്റെ ഡെയിലി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്ലോഗ് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ള വീഡിയോസാണ് ഇനി കുറച്ച് ഇടണമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമയം ഏകദേശം 8:35 ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കുളിച്ചെല്ലാം വന്നിട്ടുള്ളതാണ്. എന്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നതാണ്. പണി ഇവിടെ പലഹാരം ഉണ്ടാക്കിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നതാണ്, ടൗണിലേക്കുള്ള സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ രാവിലെ ഒരു ഏകദേശം ഒരു 2-2:30 ഞാൻ എണീക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇപ്പൊ ഫ്രീ ആയത്. ഇപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇത് കാര്യം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോ മക്കൾക്ക് രണ്ടും നമ്മള് അരി ദോശ ഉണ്ടാക്കും, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കും. പിന്നെ അത് രണ്ടും മക്കൾക്ക് വേണ്ട. അപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇഡ്ഡലി മാവ് തന്നെയാണ്. അപ്പൊ മക്കൾക്ക് ഇഡ്ഡലി വേണ്ടാന്നേ ഉള്ളൂ. ഇഡ്ഡലി മാവ് വെച്ചിട്ട് വേറെ എന്തുണ്ടാക്കിയാലും മക്കൾ കഴിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഇത് രീതിയിൽ ഞാനിപ്പം 2:30 എണീച്ചത് കൊണ്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങും. അതിനുശേഷം ബാക്കി ഉച്ചക്കത്തെ ഭക്ഷണവും പിന്നെ കറിയും ഒക്കെ ഉണ്ടാക്കാറ്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് കിടന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിയുടെ മാവ് തന്നെയാണ്. അതിന് നമ്മളിപ്പോ ഇഡ്ഡലി ചെമ്പിലേക്ക് 2 ഇല വെച്ചിട്ട് അതിലേക്ക് കോർന്നു കൊടുക്കലാണ്. അപ്പൊ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാല് ആ ഒരു ഇലയുടെ മണവും ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് ഇഡ്ഡലി ആകുമ്പോൾ ഓരോരോ തട്ടിലേക്ക് ഓരോന്ന് ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എന്റെ ഭക്ഷണം. കുറച്ച് കൂടുതൽ ചോറ് വേണം. ഇവിടെ കുറേ ആളുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഞാൻ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയതെന്ന്. പിന്നെ ക്യാബേജ് കുറവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പുറത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരെല്ലാം കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പണിയെടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് ഹോളികയാണ് ഉണ്ടാക്കുന്നത്. ഹോളിക എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാണാനുള്ള ഒരു ചപ്പാത്തി പോലെ ഉണ്ടാവും. പക്ഷെ പോളിയെന്നും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഭാഗത്ത് ഹോളിക എന്നാണ് പറയാറ്. പിന്നെ ഇത് നമ്മൾ ഡെയിലി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പണിക്കാറ്. പിന്നെ അവിടെ ഇരുന്നിട്ടുള്ളത് എൻ്റെ അനിയനാണ്, എൻ്റെ ഇളയച്ചൻ്റെ മോനാണ്. ഓൻ ഡെയിലി വരാറില്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാലേ വരുള്ളൂ. അവൻ പഠിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വന്നതാണ്. അപ്പോൾ കൂടുതൽ ഹോളിക ഉള്ളത് ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ അവനെ വിളിക്കാറുണ്ട്. അപ്പോൾ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ പകല് നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ഇത് ചെയ്യാറുണ്ട്. പിന്നെ പലഹാരം ഉച്ചയ്ക്ക് ശേഷം സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സ്വീറ്റ്സ് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ മധുരമല്ല, ഓവർ മധുരമല്ല, പിന്നെ മധുരം ഇല്ലാത്തതല്ല, ലൈറ്റായിട്ടുള്ളൊരു മധുരമാണ്. പക്ഷെ ഭയങ്കര വലിപ്പവുമല്ല, നന്ന ചെറുതുമല്ല. കാണാനും ഏകദേശം നല്ല ഒരു രീതിയിലുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കുക. ഇന്നിപ്പോൾ ഈ പണി കഴിയുമ്പോഴത്തേക്കന്നെ കുറേ വൈകും തോന്നുന്നുണ്ട്. കാരണം കുറേ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുവാണ്. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഫ്രീ ആവുന്നത്. ഇന്ന് കുറച്ച് ഓർഡർ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇപ്പൊ സാധാരണ ഒരു 5 മണി ആകുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിയും. പക്ഷെ ഇന്ന് 6 മണി ആകുമ്പോഴത്തേക്കാണ് കഴിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ചായ വെക്കണത്രേ. ചായ വെച്ച് കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം ഒരു 8:30-9 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കും. കാരണം വെച്ചാൽ രാവിലെ 2-2:30 ആകുമ്പോൾ എണീക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും കഴിക്കും. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കും. ഞാൻ ചിലപ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ. രാവിലത്തെ ഇഡ്ഡലി ഇല്ലേ, അത് ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ചായക്ക് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കുന്നത് കുറവാണ്.
മാത്രമല്ല എന്റെ ഈ കുഞ്ഞു വീഡിയോ, പിന്നെ എന്റെ ഈ ഒരു ദിവസത്തിന്റെ ഒരു വീഡിയോ ആണത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു ദിവസം വരാം. താങ്ക് യു.